പാമ്പ് വരാനുള്ളൊരു കാരണം ജനലും തുറക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും മുന്നെപ്പോഴോ അടുക്കളയിലെയോ അല്ലെങ്കിൽ ഫ്രണ്ട് വാതിലോ തുറന്ന് ഇരുന്ന സമയത്ത് അബദ്ധവശാൽ അകത്ത് എപ്പോഴോ കയറിയതായിരിക്കാം. ചിലപ്പോൾ ഇന്ന് തന്നെ ആവണമെന്നൊന്നുമില്ല, നമുക്ക് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഇന്നലെയോ ചിലപ്പോൾ 2 ദിവസം മുന്നൊക്കെ കയറി എവിടെയൊക്കെ ഒളിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ പെട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഭാഗ്യം വേറെ അപകടമൊന്നും പറ്റില്ല. അവിടെ ഒരു അമ്മയാണോടെ കിടന്ന് ഉറങ്ങണേ അല്ലേ അല്ലേ ലേഡി അല്ലേ, ചേച്ചിയല്ലേ? ഈ ബക്കറ്റോടോ കുറച്ച് അടുത്തേക്കാണ് അതേ പാമ്പ് വേണ്ടി. ടൈൽസ് ആയതുകൊണ്ടേ ഇഴയാൻ പറ്റുന്നില്ല, പതുക്കെ പതുക്കെ. അപ്പോൾ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അതിന് ടൈൽസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അഴിഞ്ഞ് ഓടിപ്പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് വളരെ പതുക്കിയാണ്. അല്ലാണ്ട് വേറെ പാമ്പിന് പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ടൈൽസ് ആയതുകൊണ്ട് അഴിയാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് വളരെ പതുക്കെ നമ്മളിവിടെ തന്നെ പൈപ്പും ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ അതിനുള്ളിൽ കയറിപ്പോയി. നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാമ്പ് വരാനുള്ളൊരു കാരണം ജനലും തുറക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും മുന്നെപ്പോഴോ അടുക്കളയിലെയോ അല്ലെങ്കിൽ ഫ്രണ്ട് വാതിലോ തുറന്ന് ഇരുന്ന സമയത്ത് അബദ്ധവശാൽ അകത്ത് എപ്പോഴോ കയറിയതായിരിക്കാം. ചിലപ്പോൾ ഇന്ന് തന്നെ ആവണമെന്നൊന്നുമില്ല, നമുക്ക് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഇന്നലെയോ ചിലപ്പോൾ 2 ദിവസം മുന്നൊക്കെ കയറി എവിടെയൊക്കെ ഒളിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ പെട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഭാഗ്യം വേറെ അപകടമൊന്നും പറ്റില്ല. അവിടെ ഒരു അമ്മയാണോടെ കിടന്ന് ഉറങ്ങണേ അല്ലേ അല്ലേ ലേഡി അല്ലേ, ചേച്ചിയല്ലേ? അത് ഡയാലിസിസ് പേഷ്യൻ്റ് ആണെന്ന് തോന്നുന്നു. ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്. ഭാഗ്യത്തിന് വേറെ അപകടമൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വളരെ ചിലപ്പോൾ 1 മിനിറ്റോ 5 മിനിറ്റോ തുറന്ന് വെച്ച വാതിൽ കൂടെയും പാമ്പ് പെട്ടെന്ന് വീടിനകത്തേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ്.